സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് തൃക്കുടുത്താനം പഞ്ചായത്തിലെ കൊക്കോട്ടുചിറയിലെ എബി എന്ന കർഷകൻ്റെ കൃഷിസ്ഥലത്താണ്. എബി ഒരു മികച്ച കർഷകനാണ്. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് പയറ്, പാവല്, പടവലം എന്നിവയാണ്. ഏകദേശം 1000 മൂട് പയറ്, പടവലം, പാവല് കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൃഷി വിവരങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എബിയോട് ചോദിക്കാം. എബി നമസ്കാരം. ചേട്ടാ, ഈ പയറ്, പാവല്, പടവലം കൃഷിയുടെ ഇപ്പോൾ ചെയ്യുന്നതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. എങ്ങനെയാണ് അതിൻ്റെ ഒരു മൂട് എന്ന് പറയുന്നത്? 1000 മൂടെന്നല്ല ചേട്ടാ, ഒരു മൂട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ കൃഷി? അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ആദ്യമേ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാം. ആദ്യം ഒന്ന് ഈ ഒരു മൂട്ടിൽ ഒരു മൂട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു തടമെന്നാണ് തടമെന്ന് പറയുന്നത്. തടം ഒരു തടത്തിൽ ഞങ്ങൾ ഒരു 15 പയറരി, ഒരു 15 അരി, 2 പാവല്, 2 പടവലം. ഓ, അങ്ങനെ ഇടുന്നു അല്ലേ? കാരണം ഈ പാവലിനും പടവലും ഈ മുരടിപ്പ് എന്ന് പറഞ്ഞ രോഗമുണ്ട്. ചിലപ്പോ ഇത് കയറി മേലോട്ട് കയറി വരുമ്പോഴത്തേക്ക് ഇത് മുരടിച്ചു പോകും, കായ്ക്കത്തില്ല. അപ്പൊ ഏതെങ്കിലും ഒന്ന് കിട്ടണമെന്നുള്ള രീതിയിൽ ഇത് ഞങ്ങൾ മിക്സ് ചെയ്തിടുന്നത്. ഈ പയറിനെ അല്ലാതെ പടവലും പാവലിനുമാണ്, ഈ രണ്ടിനുമാണ് മുരടിപ്പുള്ളത്. അതെ, ഇത് പയറിനും മുരടിപ്പില്ല. പയറിന് ഈ ഓക്കെ ഓക്കെ പാവലിനും മുരടിച്ച് വന്നിട്ട് ഇതിന്റെ തല നിന്ന് പോകും. പിന്നെ ഇത് പോത്തില്ല, വളരത്തില്ല. അവിടെ കൊണ്ട് മുരടിച്ച് നിൽക്കും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് പടവലവും പാവലൂടെ മിക്സ് ചെയ്ത് കൃഷി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഒരു മൂട്ടില് ഏകദേശം 15 പയറരി, ഒരു തടത്തില് 15 പയറരിയും 2 പാവലും 2 പടവലും. ഈ 15 പയറിന്റെ അരി ഇട്ട് കഴിഞ്ഞാൽ എത്ര പയർ കിളിക്കും? ഒരു 13-14 ഒക്കെ കിളിക്കും. അപ്പൊ ഈ ആദ്യം പയറിന്റെ കൃഷി രീതി ഒന്ന് പറയാം. എങ്ങനെ അതിന്റെ തടവൊരുക്കും? ഞങ്ങൾ ആദ്യമേ പയറാണ് ഇടുന്നത്. പയർ കിളുത്ത് കഴിഞ്ഞാൽ ഇത് ഈ പാവലും പടവലും വെക്കുകയുള്ളൂ. ആദ്യമേ തടം വെട്ടി അതിനകത്ത് നീറ്റുകൾക്കായിട്ട് 2 ദിവസം ഇടും. എന്നിട്ട് ഈ പയറരി ഇടും. പയറരി ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ പടവലും പാവലും വെക്കുകയുള്ളൂ. അല്ലെ പയറിനേക്കാൾ മുന്നേ ഇത് കയറി വരും. അപ്പൊ ഇത് എത്രാമത്തെ ദിവസം കിളിക്കും ഈ പയറരി? 3-ാം പൊക്കം കൂനി, 4-ാം പൊക്കം കിളിപ്പാവും. അപ്പൊ അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഈ അതിന്റെ വളപ്രയോഗങ്ങളെ വളം പച്ചച്ചാണാനാണ് വെക്കുന്നത്. പച്ചച്ചാണാനും ജൈവവളവും അതിൻ്റെ കൂടെ രാസവളവും ചേർക്കും. അതിന്റെ മിക്സിങ് എങ്ങനെയാന്ന് പറയാമോ? അപ്പം ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്കെ, അതിന്റെ കൂടെ നമ്മുടെ ഫാക്ടംബോസും പൊട്ടാഷ്യം കൂടെ ചേർത്ത്. അപ്പോൾ ഒരു തടത്തിനകത്ത് ഇടുന്ന അളവെന്ന് പറയാം. ഒരു തടത്തിനകത്ത് ഒരു 300 ഗ്രാം വളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. 300 ഗ്രാം എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ഈ ഫാക്ടംബോസും പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്ത് ചാണകപ്പൊടി, പച്ച ചാണം ആദ്യം വെച്ചിട്ട് അതിന്റെ മേളിലാണ് ഈ വളം ഇടുന്നത്. അങ്ങനെ അല്ലേ? അപ്പൊ ഒരു 300 ഗ്രാം ഒരു തടത്തിന് വീഴത്തക്ക രീതി ഇടുന്നു. എന്നിട്ട് ഇത് മണ്ണ് ഇതിന്റെ മേളിൽ അടുപ്പിക്കും. തൂമ്പാക്കി കൊത്തി മൂടി അടുപ്പിക്കും അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം കഴിയുമ്പോൾ അടുത്ത വളപ്രയോഗം കൂടും. ആണല്ലേ? അതിന്റെ രീതി എന്ന് പറയാം. അത് ഈ വളം തന്നെ ഇട്ടിട്ട് ഇതിനകത്ത് ഈ പുല്ല് കയറാതിരിക്കാൻ വേണ്ടി ഈ വാരം ഒന്ന് ഈ പുല്ലെല്ലാം കൂടി ചിരണ്ടി കൂട്ടി ഒന്ന് വെക്കും. അല്ലെ പെട്ടെന്ന് പുല്ലാവും. അതിനുവേണ്ടി ഒന്ന് ചിരണ്ടി കൂട്ടി വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു ചാണം വെച്ച് ഇതേ വളപ്രയോഗം തന്നെ ഇട്ടിട്ട് ഈ പാത്തിയിൽ നിന്ന് മണ്ണ് കോരി ഇതിന്റെ തടത്തിയിടും. മൂന്നാമത്തെ വളം. ഇപ്പോഴത്തേക്ക് പയറിന് കാവലും ആവും. ഏകദേശം എത്ര സമയം ആയെന്ന് തോന്നുന്നല്ലോ? ഇപ്പം കാവലായത് ആയിട്ടുണ്ട്. ഈ പയറിന്റെ പൂ വന്ന ശേഷം എത്രാമത്തെ ദിവസമായത് നമുക്ക് പറിക്കാന്നുള്ള പരിപാടിയാണ്? 8 ദിവസം എടുക്കണം. 8 ദിവസം കൊണ്ട് പറിച്ചെടുക്കാം. അതുപോലെ തന്നെ പയർ എത്ര തവണ നമുക്ക് പറിക്കാൻ പറ്റും? എത്രാമത്തെ ദിവസമാണ് അത് പൂ വരുന്നത്, അതിന്റെ കാവലം വരുന്നത് പറയാം? പയർ 45-ാം പൊക്കം നമുക്ക് പറിക്കാൻ പറ്റും. നമ്മൾ അരി ഇട്ട് 45-ാം പൊക്കം നമുക്ക് ആദായമാകും. അത് കാലാവസ്ഥ ഇതുപോലെ നീണ്ടു നിൽക്കാം ആണല്ലേ? ഇപ്പം മഴ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് പോവും. അല്ല അതുപോലെ തന്നെ ഉണക്ക് പിടിച്ചാലും പോവും. കാലാവസ്ഥ അനുകൂലമായിട്ട് നിൽക്കുവാണെങ്കിൽ നീണ്ടു കിടന്ന് കായ്ക്കും. ഈ ഉണക്ക സമയത്ത് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാനുള്ള ക്രമീകരണം ചെയ്യാൻ പറ്റും? ഉണ്ട്. എങ്ങനെയാ? മോട്ടറുണ്ട് ഇവിടെ. ഈ തോട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചേട്ടാ, ഒരു പയറിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര മാസം എത്ര ദിവസമാണ്? ഒരു പയറിന്റെ കാലാവധി 60 ദിവസം 70 ദിവസമാണ്. കാലാവസ്ഥ നല്ലതാണെങ്കിൽ നീണ്ടു നിൽക്കും. സാധാരണഗതി 3 വിളവെടുപ്പ് പറ്റും അല്ലേ? ഒരു 60 ദിവസം നമുക്ക് എടുക്കാം. അത് 1.5 വിട്ടുള്ള ദിവസമാണ് ഇതിന്റെയൊക്കെ ആദായം. പയറും വെണ്ടയ്ക്കായി 1.5 വിട്ട എടുക്കുന്നത്. ഇന്നിപ്പോ എടുത്താൽ മറ്റന്നാളെടുക്കും. ഇല്ല വിളഞ്ഞു പോകും. പാവയ്ക്ക എന്നൊക്കെ പറഞ്ഞാൽ 4-ാം പൊക്കം എടുക്കുന്നത്. പാവയ്ക്ക പടവലങ്ങയൊക്കെ 4-ാം പൊക്കം. പിന്നെ അടുത്തത് ഇപ്പം ഈ പയറിന്റെ കൂടെ ആണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിനുശേഷം ഈ പാവലും പടവലത്തിനെ പടർത്തുന്ന കാര്യം അല്ലെ, അതിന്റെ കൃഷി രീതി എന്ന് പറയാം. എങ്ങനെ? അത് ഇങ്ങനെ ഇതുപോലെ വള്ളിയെ കെട്ടി
മേളിലോട്ട് ഇടും. ഒരു ജോലിക്കാരുണ്ട്, അവരത് ചെയ്യും. വള്ളിയെ കെട്ടി മുകളിലോട്ട് കയറ്റി വിടുക. പിന്നെ അതിങ്ങനെ കുരുങ്ങി വരുമ്പോഴത്തേക്ക് അഴിച്ച് നിരത്തി ഇട്ട് കൊടുക്കും. കുരുങ്ങെന്ന് പറയുന്നത് സ്പ്രിങ് പോലുള്ള ഈ സ്പ്രിങ് പോലെ ഇതിങ്ങനെ എല്ലാം കൂടെ കൂടി അവിടെ കാണാം നമുക്കത്. ഇതെല്ലാം കൂടി മേളിലോട്ട് ഇങ്ങനെ കയറി കൂടി ഇങ്ങനെ കൂമ്പ് പോലെ നിൽക്കും. അത് അഴിച്ചു വിട്ടാലേ നമുക്ക് ഈ പൂക്കണ്ണി ഉണ്ടാവുകയുള്ളൂ. ഓ, അങ്ങനെ ഉണ്ട്. കൂടി നിന്ന പ്രശ്നം. കൂടി നിന്നാൽ അതിനകത്ത് പൂക്കണ്ണി ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് തന്നെ നമ്മൾ അതൊന്ന് അടർത്തി എടുത്തിട്ട് ഈ സ്പ്രിങ് തന്നെ ഇതിനകത്ത് കെട്ടി. അല്ല, ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ വിടത്തേ ഉള്ളൂ. ഇതുപോലെ തന്നെ സ്പ്രിങ് കയറ്റി വിടേണ്ട കാര്യമില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഇതിന്റെ അതിനുശേഷം ഈ 40 ദിവസം വരെ ഉള്ള വളപ്രയോഗം പറഞ്ഞു. അതിനുശേഷം ഉള്ളത് പറയാമോ? അതിനുശേഷം വീണ്ടും ഇങ്ങനെ എല്ലാ 20 ദിവസമാണോ? 20-25 ദിവസം കൂടുമ്പം ഇടും. പിന്നെ ആദ്യത്തെ വളം കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെ ഒരു 15 ദിവസത്തേക്കാകാൻ രണ്ടാമത്തെ വളം വിടും. കാരണം ഈ പുല്ല് കയറി ഇപ്പൊ ഇത് തന്നെ അങ്ങനെ ഈ പുല്ല് കയറി മഴ എന്ന് പറഞ്ഞാൽ പുല്ല് കയറി മൊത്തം ആകും. ഈ പുല്ല് കയറാതിരിക്കാൻ വേണ്ടിയാണ് വളം ഇടുമ്പോഴത്തേക്ക് അന്നേരത്തേക്ക് വെട്ടിക്കൂട്ടി ഒരു ചെറിയ കളകളാക്കിയപ്പോൾ ഈ പുല്ലങ്ങ് പോകും. പിന്നെ ചേട്ടാ, അതിനുശേഷം ഈ പയറിന് ഉള്ള ശേഷമേ ഈ പടവലത്തിന്റെ അങ്ങനെ പരിപാലിക്കുന്ന പറയാം. പടവലവും പാവലിനെ പരിപാലിക്കുന്ന വിധം. പിന്നെ നമുക്ക് പടവലം പറഞ്ഞാൽ ഈ ഈച്ചക്കണി വെച്ചിട്ട് അതാണ് മെയിനായിട്ട്. പിന്നെ ആ രോഗങ്ങൾ പിന്നെ ഈ പടവലത്തിനും പാവലും അങ്ങനെ പുഴുവാതിത അങ്ങനെ ഇല്ല. ഇത് നമ്മുടെ ഒരുമാതിരി തേനീച്ച പോലെ ഒരു ഈച്ചയുണ്ട്. ആ ഈച്ച കുത്തി ഇത് പുഴുവാകും, പാവലും പടവലും. ഓ, അതിന്റെ കായ കുത്തും. അതിന് നമ്മൾ ഈ കെണിയുണ്ട്, ഈച്ചക്കണി ഫെർമോൺ കെണി. അതെങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നത്? അത് ഞങ്ങൾ കുമരത്ത് കൃഷി അവിടെ കാർഷിക കോളേജിൽ നിന്ന് മേടിക്കും. വാങ്ങിച്ചിട്ട് അത് മേടിച്ചിങ്ങനെ കെട്ടി തൂക്കിയിടുമ്പോൾ അത് ഈ ഒരു ടിന്നിനകത്താ ഇത് അതിനകത്ത് വന്ന് വീഴും. ഇതിനകത്ത് വന്ന ഈ മണം അടിച്ചു കഴിഞ്ഞാൽ ഇത് നീ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല, പറക്കത്തില്ല, ചത്ത അതിനകത്ത് കിടക്കും. ഓ, അങ്ങനെ അല്ലേ? ഓക്കെ. അപ്പൊ അതെങ്ങനെ നിങ്ങൾ നോക്കുന്ന ഒരു ഏരിയയിൽ എത്ര എത്ര തടത്തിന്? ഈ ഇങ്ങനെ ഒരു വാരത്തെ ഞങ്ങൾ ഒരു 4 എണ്ണം വെച്ച് കിട്ടും. എവിടെ വെച്ച് കിട്ടുന്നത്? ഇതല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടും. പിന്നെ അതുപോലെ തന്നെ പയറിനെ ബാധിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. പയറിനെ ബാധിക്കുന്ന പിന്നെ ഞാൻ മുമ്പ് കാണിച്ച പോലെ റോക്കറ്റ് പുഴു. അതായത് ഇല പടം വരയ്ക്കുക. ഇതാണ്. ഇത് കയറി കഴിഞ്ഞാൽ ഈ ഇതിന്റെ നീര് ഊറ്റി കുടിക്കുകയാണ് ഇത് കയറുന്നത്. ഈ നീര് ഊറ്റി കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ഇല പഴുക്കും. പഴുപ്പ് കഴിയുമ്പോൾ ഇതിന്റെ ആ വളർച്ച മുരടിച്ചു അല്ലേ? ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഫംഗലാണ്? ഒരു പുഴുവാണ്. പുഴുവല്ലേ? പുഴു തന്നെ അല്ലേ? പുഴുവാണ്, ചെറിയ ഒരു പുഴുവാണ്. അത് ഈ ഇലക്കകത്തോട് ഇങ്ങനെ കയറി ഇത് നീരൂറ്റി കുടിച്ച പോയ പാടായി കാണുന്നത്. അപ്പൊ ഇതിനെ കൊല്ലാൻ എന്താ ചെയ്യുന്നത്? ഇതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഞങ്ങളിപ്പോ ഈ വേപ്പെണ്ണ മിശ്രമാണ് കൊടുക്കുന്നത്. അത് രാവിലെ എന്ന് പറയുമ്പോ നമ്മൾ ഒരു 5 മണിക്ക് ഇതിന്റെ ഇലയുടെ മേളിൽ വരും. വെളുപ്പിനെ അത് കാണാൻ പറ്റും. കാണാം. തീരെ ചെറുതാണ്, വെളുത്തിട്ടിരിക്കും. തീരെ ചെറിയ സാധനം. ഒരു 5 മണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മരുന്നടിക്കുവാണെങ്കിൽ ഇതിന്റെ ഈ ഇലയുടെ മേളിലുണ്ട്. വെട്ടം വീണ് കഴിയുമ്പോൾ ഇതിനകത്ത് കയറും. അന്നേരം നമ്മൾ ഈ വേപ്പെണ്ണ മിശ്രിതമുണ്ട്, അത് സ്പ്രേ ചെയ്ത് കൊടുക്കും. നിങ്ങൾ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ 4 മണി 3:30 4 ആകുമ്പോൾ ഞങ്ങൾ ഒന്ന് ചെയ്യും. നല്ല കൺട്രോൾ ആകത്തുള്ളൂ. ആണല്ലേ? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. കോണ്ടാക്ട് ഉണ്ടെങ്കിലേ ചാകുള്ളൂ മരുന്നടിക്കുമ്പോഴത്തേക്ക്. അപ്പം വേപ്പെണ്ണയുടെ ഉണ്ട്, വേപ്പെണ്ണ കൂട്ടിയതുണ്ട്, അത് കൂട്ടിയാണ് അടിക്കുന്നത്. അതടിച്ചു കഴിയുമ്പോഴും ഒരു 6 മണിക്ക് വെട്ടം വീഴുമ്പോൾ ഇതിനകത്ത് കയറും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ റോക്കറ്റ് പുഴുവിന്റെ ശല്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞേ ചെയ്യുള്ളൂ? ചില കാലാവസ്ഥ നമ്മുടെ ഈ മൂടാപ്പ് മഴ പെയ്യാതെ ഇങ്ങനെ മൂടി നിൽക്കുന്ന സമയത്ത് ആ സമയത്താണ് ഇത് കൂടുതലാകുന്നത്. പിന്നെ ചെറിയ ചാറ്റമഴയൊക്കെ പെയ്യുമ്പോൾ അതുപോലെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ പയറിനെ ബാധിക്കുന്ന ഈ പയറ് തിന്നുന്ന പുഴുക്കളാണ്. ആണല്ലേ? അതെല്ലാം ജൈവമാണ് ചെയ്യുന്നത്. ചേട്ടാ, ഈ കളർ വ്യത്യാസം എന്തോ? ഇങ്ങനെ ഇത് നമ്മുടെ വേറൊരു വയലറ്റ് പയറായത് അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ വേറൊരു വെറൈറ്റിയാണ്. ശരി. പിന്നെ അതുപോലെ പാവലിനെ ബാധിക്കുന്ന പുഴുവിന്റെ കാര്യം എന്തോ? നേരത്തെ എന്താ പറഞ്ഞത്? പാവലിനെ ബാധിക്കുന്ന കാര്യം ഈച്ചയുടെ കാര്യം. വേറെ എന്തെങ്കിലും? പാവലിനും പടരുന്നത് അതേ ഉള്ളൂ. പുഴുവിന്റെ ശല്യം അങ്ങനെ ഇല്ല. ആ ഈച്ച കുത്തുക, അത് ആ ഈച്ച കുത്തുന്നിടം കൊണ്ട് ഒരാഴ്ച കൊണ്ട് പഴുക്കും. ആ ഈച്ചയെ പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടാ, ഒരു മൂടല്ല, ഒരു മൂട്ടില് പയറിന് എത്ര കാഫലം കിട്ടും? പയറിന് എത്ര കിലോ വരെ കിട്ടാൻ സാധ്യതയുണ്ട്? ഒരു പറക്കേക്ക് 1 കിലോ
3/4 കിലോ 1 കിലോയ്ക്ക് അടുത്ത് ഒരു മൂട്ടിന്ന് കിട്ടും ഈ പ്രാവശ്യം. അപ്പൊ ഏകദേശം ഒരു മൂട്ടിന്ന് എത്ര പ്രാവശ്യം കഴിക്കാൻ പറ്റുമായിരിക്കും? അതായത് നമ്മൾ 60 ദിവസം 60 ദിവസം ഞാൻ പറഞ്ഞ 60 ദിവസം 3 പ്രാവശ്യം 60 ദിവസം 30 പ്രാവശ്യം പറിക്കാൻ പറ്റും. 30 പ്രാവശ്യം കഴിക്കാം. അയ്യോ ഞാൻ പറഞ്ഞ ഒന്നര വിട്ട ദിവസമല്ലേ എടുക്കുന്നേ. ഈ മൊത്തത്തിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നര വിട്ട ദിവസമാണ് ഇത് എടുക്കുന്നത്. ചേട്ടാ ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് 60 ദിവസം നമുക്ക് പിന്നീട് ഇതിന്റെ 60 ദിവസം ചെടി നിന്നാൽ നമുക്ക് 30 ദിവസം ഇതിന്റെ ആദായം കിട്ടും. അങ്ങനെ അല്ലേ? ഒന്നര വിട്ടാ എടുക്കുന്നത്. ഇപ്പൊ ഇന്ന് പയർ പറിച്ചാല് മറ്റന്നാളെ പറിക്കുന്നത്. ഞാൻ കരുതിയെന്നറിയോ, ആകെ 45ാമത്തെ ദിവസം കാഫലമാകും, പിന്നെ 15 ദിവസത്തേക്ക് നിൽക്കത്തുള്ളൂ. അല്ലല്ല, പിന്നെ ഈ 45 ദിവസം കൂടാതാണ് 60 ദിവസം കിട്ടുന്നത്. 2 മാസം. അതായത് പറയാം, ഇപ്പൊ കാലാവസ്ഥ അനുകൂലമാണേലേ ഉള്ളൂ. കാലാവസ്ഥ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഒരു മൂട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോ കിട്ടും? ഒരു 10-25 കിലോ ആവറേജ് കിട്ടുമോ? ഒരു തടത്തിൽ നിന്ന് കിട്ടും. ഒരു തടവല്ല ഞാൻ ചോദിച്ചത്, ഈ ഒരു മൂടല്ല, ഒരു തടത്തിൽ നിന്നാണ് പറഞ്ഞത് 1 കിലോ എന്ന് പറഞ്ഞത്. ഈ 14 അല്ലെങ്കിൽ 13 പയറരിയിൽ നിന്ന് കിട്ടുന്ന ആദായ ഫലമാണ് ഒരു ദിവസം 1 കിലോ എന്ന് പറഞ്ഞത്. 1 കിലോ ഏകദേശം 2 ദിവസം കൂടുമ്പോ ഒരു പ്രാവശ്യം പറിക്കുമ്പോ 1 കിലോ. ഓക്കെ. രണ്ടാം പൊക്കമാണ് പറിക്കുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വേറെ ഈ പറഞ്ഞ വളം തന്നെ ആയിരിക്കുമല്ലോ ഉപയോഗിക്കുന്നത്. എങ്ങനെയായാലും ഒരു 2-3 പ്രാവശ്യം ചാണകം വെച്ച് പണി. ചാണകത്താലാണ് ഇത് നിൽക്കുന്നത്. ചാണകമാണ് മെയിൻ. പച്ചച്ചാണകം തന്നെ ഇപ്പം ഈ പാടത്തും ആരും വെക്കുന്നില്ല. കാരണം ചെലവ് കൂടുതലാ, പണികൂലി കൂടുതൽ. ഇവിടെ കിട്ടുന്നുണ്ട് പച്ചച്ചാണകം? കിട്ടുന്നുണ്ട്. അതും എടുത്ത് ഇപ്പൊ ഞാനേ ഉള്ളു ഇത് വെച്ച് പണിയുന്നത്. ആണല്ലേ? ഇപ്പൊ നമ്മുടെ സാധനത്തിന് പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ആണല്ലേ? കാരണം നമ്മുടെ സാധനത്തിന് എല്ലാവരും നല്ല പിടിച്ചു പറയാ. പിന്നെ അതുപോലെ തന്നെ പാവലിന്റെ കൃഷിയുടെ അതിന്റെ ഫലം പറയാം, എത്ര എന്തുമാത്രം കിട്ടും എന്ന് പറയാം. പാവലും പടവലത്തിനും കൂടെ ഒരു തടത്തിൽ നിന്ന് എത്ര കിട്ടും? അതായത് ഒരു തടത്തിൽ 2 മൂടുന്നല്ല പറയുന്നത്, 2 തയ്യ. അതിൽ നിന്ന് എത്ര കിട്ടും? അത് പറിക്കുമ്പോഴത്തേക്ക് എങ്ങനെ അതിന്റെ ആവൃത്തി എങ്ങനെയാ? പാവല് അത് 4-ാം പൊക്കം ആഴ്ച 2 പറിക്കേ ഉള്ളൂ. 2 പറിക്കേ ഉള്ളൂ. അപ്പൊ ഏകദേശം ഒരു പറിക്ക് വരുമ്പോഴത്തേക്ക് ഒരു മൂട്ടിന്ന് 2 പയർ കിട്ടുന്നതിന് അത്രയും കിട്ടത്തില്ല. എത്ര ഒരു 3-4 എണ്ണം കാണുമോ? 3-4-5 എണ്ണം കാണും. 4-5 എണ്ണം കാണും പാവല്. അത് വലിപ്പം കാണും, വലിപ്പം ഉള്ളതും കാണും, വലിപ്പം കുറഞ്ഞതും കാണും. സൈസിന്റെ ഈ പാവലിന്റെ കാലാവധി എത്രയാ? പാവല് എല്ലാം ഏകദേശം അതായത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് ഒരു 3 മാസം കിട്ടും. 3 മാസം വരെ നമുക്ക് ആദായം കിട്ടും. പടവലും പാവലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് 3 മാസം മൊത്തത്തിലുള്ള, അതായത് ഇതിന്റെ ഫലം എടുക്കാൻ തുടങ്ങി 3 മാസം ഫലം എടുക്കാം. പിന്നെ ചേട്ടാ ഇതിനകത്ത് ഇതിന്റെ പറയുന്ന സാധനങ്ങൾ എങ്ങനെ ഇവിടെ നമുക്ക് ഉത്പാദിപ്പിച്ച ശേഷം BPCക്ക് വഴിയാ കൊടുക്കും. സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള. അതെന്താ സംഭവം? എന്താ കേട്ടിട്ടില്ല, ചോദിച്ചാൽ സൊസൈറ്റി. അപ്പൊ അവർ എത്ര ഉണ്ടെങ്കിലും എടുത്തോളൂ? അത് മാടപ്പള്ളിയിലുണ്ട്. എത്ര ഉണ്ടെങ്കിലും എടുത്തോളൂ. അപ്പൊ നമുക്കും കുറെ പാർട്ടിയൊക്കെ ഉണ്ട്. നമുക്ക് അവർക്ക് കൊടുത്തിട്ട് അതിന്റെ കണക്കോട് ഇവിടെ കൊടുക്കും. അങ്ങനെ നേരിട്ട്. അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പയർ ചേട്ടൻ എത്ര കിട്ടും? എത്ര രൂപ വെച്ച് കിട്ടും? 1 കിലോ പയർ എത്ര? 70 രൂപ വെച്ച് ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ പോയി കഴിയുമ്പോഴത്തേക്കും ഈ എന്നാ പറയാ, ഈ സൊസൈറ്റി കൊടുത്താലും എത്ര വെച്ച്? അവിടെ 70 രൂപയ്ക്ക് നമുക്ക് 5% നമ്മുടെ കമ്മീഷൻ പിടിക്കും. അതിനകത്തുനിന്ന് 3% നമുക്ക് തിരിച്ചു തരും. 2% അവർക്ക് ഓഫീസ് കാര്യങ്ങൾക്കും സ്റ്റാഫിനുള്ള ചെലവുകളൊക്കെ. അങ്ങനെ 2%. 3% നമുക്ക് ഈ ഇങ്ങനെ തിരിച്ചു തരും. എത്ര ഉണ്ടെങ്കിലും അവരെടുത്തോളൂ. എടുത്തില്ല നമുക്ക് ഒന്നും കേടായി പോകത്തില്ല, ഒന്നുമില്ല. അത് നമ്മളിപ്പോ അവരോട് പറയുന്ന ആളായാലും ഇത്ര സാധനം ഉണ്ട്, ഇന്നതുണ്ട്. പിന്നെ നമുക്ക് പിന്നെ കുറെ പാർട്ടീസ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. കടകളും ഉണ്ട്. അവർക്ക് കൊടുക്കും. അവരുടെ ഇവിടെ കണക്കൂടെ നമ്മൾ ഇവിടെ ഇവരെ അങ്ങ് ഏൽപ്പിക്കും. ഇന്ന ആൾക്ക് ഇന്ന സാധനം കൊടുത്തെന്നും പറഞ്ഞ് ആ കണക്കാൻ കൊടുക്കും. ശരിക്കും പറഞ്ഞ ചേട്ടാ, കൃഷി ലാഭമാണോ? കൃഷി ലാഭമായിരുന്നു. 18 വരെയൊക്കെ നല്ല ലാഭം, ഭയങ്കര ലാഭമായിരുന്നു. 18 കഴിഞ്ഞ വെള്ളപ്പൊക്കം കഴിഞ്ഞ പിന്നെ എല്ലാം കണക്ക്. അതെന്ത് പറ്റി? എന്താ കാര്യം? ആ കാലാവസ്ഥ മാറിയതിന്റെ വ്യത്യാസമായിരിക്കും. ആണല്ലേ? അതുവരെ ഭയങ്കര ലാഭമായിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന. ഈ ലേബർ എത്ര വേണ്ടി വരും ഒരു കൃഷിക്ക്? എത്ര ലേബർ വേണ്ടി വരും ഏകദേശം? ഡെയിലി ആൾക്കാരുണ്ട്. ഡെയിലി ജോലി ചെയ്യേണ്ടി വരും അല്ലേ? എത്ര പേര് വെച്ച് കാണും? ഡെയിലി 8 പേര് 9 പേര് വെച്ച്. ഇത്രയും പേരുണ്ടല്ലേ? അത്രയും ജോലിക്കാരുണ്ടല്ലേ? പിന്നെ ഇതിനെ കുറിച്ച് ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെ ആയിരിക്കും? ഇതിനകത്ത് മെയിനായിട്ട് ബാധിക്കുന്ന പറഞ്ഞാൽ ഈ മുരടിപ്പ് രോഗമാണ്. മുരടിപ്പ് രോഗത്തിന് പ്രതിവിധി ഒന്നുമില്ല. അത് വന്നു കഴിഞ്ഞാൽ പോയി, ഇത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. പടരുന്നാണോ അത്? പടരുന്നാണ്, വൈറസ് ആണല്ലേ? ചേട്ടാ, ഇനി പുതിയതായിട്ട് വരുന്ന കർഷകരോട് എന്താ പറയാനുള്ളത്? പുതിയതായിട്ട്
പുതുതലമുറയിൽ നിന്ന് ഒരാൾ പോലും കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ചില ആൾക്കാർ മട്ടുപ്പാവിലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, അതവരെ വീട്ടാവശ്യത്തിനാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവര് ആരുമില്ല. ഞങ്ങളുടെ ഈ പാടം എന്ന് പറഞ്ഞാൽ ഇവിടെ തൃക്കുടത്താനം പാടം എന്ന് പറഞ്ഞാൽ വലിയൊരു കൃഷി പച്ചക്കറി പാടമാണ്. ഈ പാടത്ത് അടുത്ത തലമുറയ്ക്ക് ചെയ്യാൻ ആരുമില്ല. ഞങ്ങളുടെ ഈ തലമുറ കഴിഞ്ഞാൽ ആരുമില്ല, കൃഷി നിന്ന് പോവുക. ആ ഒരു കണ്ടീഷനാണ്. എനിക്ക് 2 പിള്ളേരാ, അവർ രണ്ടുപേരും കൃഷിയിലേക്കില്ല. അങ്ങനെ ഓരോ വ്യക്തിയുടെയും അവരങ്ങനെ പോയേക്കുന്നത്. അപ്പൊ അത് തന്നെയല്ല, ജോലി ചെയ്യാനാണേലും ഈ ഒരു തലമുറയുള്ള ജോലിക്കാരൊക്കെ ഉള്ളൂ. പുതിയതായിട്ട് ആരും ഈ മലയാളികളെ കിട്ടാൻ ഇല്ല, ബംഗാളികളാണ് പണി ചെയ്യുന്നത്. ഇപ്പോഴും ബംഗാളികളുണ്ട്. 4 പേരുണ്ട്. 4 പേര് ബംഗാളികൾ, 4 പേര് മലയാളികൾ ഉണ്ട്. ഓ, അങ്ങനെയല്ലേ. പിന്നെ ചേട്ടൻ വേറെ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? പിന്നെ വാഴ, വെണ്ട, ചീരയാണ് ഞങ്ങൾ ഇവിടുത്തെ മെയിൻ കൃഷി. ഇതിന് ശേഷമാണ് ചീര. ഇപ്പൊ ഈ ഓണ സീസൺ കഴിയുമ്പോൾ പിന്നെ ചീരയാവും. ഇത് മൊത്തം കളയും. ഇത് പന്തലല്ലോ, പന്തലിട്ട് ബാക്കിയുള്ള മുഴുവൻ ഇതെല്ലാം ചെത്തിപ്പറിച്ച് കളഞ്ഞിട്ട് മുഴുവനും തളർത്ത്. അപ്പൊ ഇത് എന്നാ പറയുന്നത്, വെള്ളം ഈ പറഞ്ഞ ഇടയ്ക്ക് ചിറ പോലെ വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്തിയാണ്, വെള്ളം ഒഴിക്കാൻ വേണ്ടി ആണല്ലേ. അങ്ങനെ ഉണക്ക സമയത്ത് നമ്മൾ ഇതിനകത്ത് വെള്ളം കയറ്റിട്ടാണ് ഇതിന്റെ ചോട്ടിൽ ഒഴിക്കുന്നത്. അങ്ങനെ മോട്ടർ അടിച്ച് ഇതിനകത്തോട്ട് വെള്ളം കയറ്റിട്ട് നമ്മൾ ഓരി ഒഴിക്കുക, അങ്ങനെ ചെയ്യുന്നത് അല്ലേ. ശരി. അപ്പൊ ചേട്ടാ, പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത് യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങി വരണം. ആരും വരുന്നില്ല, കാരണം കഷ്ടപ്പെടാൻ വയ്യ. ഇതെന്ന് പറഞ്ഞാൽ കർഷകരെ വളരെ കുറവാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ പലരും പല പഞ്ചായത്തുകളെ അന്വേഷിച്ചിട്ടും ആൾക്കാർ കൃഷി ചെയ്യുന്നവര് വളരെ ഓരോ ദിവസം. ഈ ഒരു തലമുറ കഴിയുമ്പോ ഈ പാടത്തെ കർഷകർ തീർന്നു. അതെ. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പുതുതലമുറ ആരും കൃഷിയിലേക്ക് വരുന്നില്ല. ചേട്ടന്റെ കൃഷി കാര്യങ്ങളിലെ കൃഷിഭവന്റെ സഹകരണം എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. നമുക്ക് വളത്തിന് സബ്സിഡി തരുന്നുണ്ട്, വളം തരുന്നുണ്ട്, പിന്നെ ലോണായിട്ട് തരുന്നുണ്ട്, പലിശരഹിത ലോണായിട്ട് തരുന്നുണ്ട്. എത്ര രൂപ വരെ കിട്ടും? അത് ഒരു കർഷകന് ഇത്ര അംഗങ്ങളെന്നുണ്ട്. അവർക്ക് നമുക്ക് 50,000 രൂപ വെച്ച് ഒരു കർഷകന് കൊടുക്കുന്നുണ്ട്. അതിന് പലിശയൊന്നുമില്ല. അടുത്ത സമയം വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കാശ് അതുപോലെ കൊടുത്താൽ ഒരു പൈസയും പലിശയില്ല. പിന്നെ വളത്തിന്റെ സബ്സിഡിയാണോ വളമാണോ തരുന്നത്? വളത്തിന്റെ സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. ഒരു വർഷത്തേക്ക് അവർ 3 കിലോ വളത്തിന്റെ ലിസ്റ്റ് തരും. ആ വളം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സബ്സിഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദാഹരണം വളത്തിന് 1500 രൂപ ആണെങ്കിൽ പകുതി വരുന്നുണ്ട്. അതിന്റെ ബില്ല് കാണിച്ചാൽ മതി. ബില്ല് കാണിക്കണം, വളം എടുത്തിട്ട് നമ്മൾ ആ ബില്ല് അവിടെ കാണിക്കണം. സബ്സിഡി എത്ര ദിവസം കൊണ്ട് കയറും അക്കൗണ്ടിലെ? അക്കൗണ്ട് ഒരാഴ്ചക്കകം കയറുന്നുണ്ട്. പിന്നെ അത് ബില്ല് കൊണ്ട് കൊടുത്താൽ ഒരാഴ്ചക്കകം. പിന്നെ ചേട്ടാ, പുതിയ ഇനം തൈകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ഇവിടുത്തെ ഈ പാടത്ത് ചെയ്യുന്നത് മുഴുവൻ ഹൈബ്രിഡാണ്. ഈ പയർ മുഴുവൻ ഹൈബ്രിഡ് തന്നെയാണ്. പഴയ നാടൻ ഐറ്റം ഇല്ല. ഇതിന്റെ ഗുണം, അതിന്റെ വ്യത്യാസം, മറ്റേതായിട്ടുള്ള വ്യത്യാസം എന്താ? നമുക്ക് മറ്റേ ഈ കാലാവസ്ഥ മാറിയപ്പോഴത്തേക്ക് അത് കായ്ക്കുന്നില്ല. ഹൈബ്രിഡ് ആയപ്പം കാവലം കിട്ടുന്നുണ്ട്. വിത്ത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. നേരിട്ട് വാങ്ങും. അങ്ങനെ ചെയ്യുന്നല്ലേ? ഒരു പ്രാവശ്യം എങ്ങനെ അത് നേരിട്ട് നമ്മൾ പോയി വാങ്ങുമോ അതോ? ഇല്ല, അവിടെ പാക്കറ്റാ വരുന്നത്. നേരിട്ട് അവിടെ ചെല്ലണം. അവിടെ അവർ കൊറിയർ അയക്കും. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ ഇട്ടാൽ മതി, അവർ കൊറിയർ അയച്ചു. ഒരു പാക്കറ്റിൽ എത്ര എണ്ണം കാണും? ഒരു 100. അപ്പം ഈ പലരും പല സൈസ് അരി വ്യത്യാസമുണ്ട്. വലുപ്പമുള്ള അരിയുണ്ട്, വലുപ്പം കുറഞ്ഞ. ഇപ്പം എണ്ണത്തിന്റെ വ്യത്യാസം വരും. അവർ നമുക്ക് തൂക്കം തരുന്നത് ആണല്ലോ. ചേട്ടാ, അതുപോലെ തന്നെ ചേട്ടന് ഇപ്പൊ ഹൈബ്രിഡ് ആണല്ലോ പയർ ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ വേറെ ടൈപ്പ് പയറുകളെ കുറിച്ച് അറിയാമോ? അത് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഇവിടുത്തെ നാടൻ ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കഞ്ഞിക്കുഴി പയർ എന്നൊക്കെ. കഞ്ഞിക്കുഴി പയർ നമ്മൾ അവിടെ ഇട്ടിട്ട് ഇവിടെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഇവിടെ ശരിയായിട്ടില്ല. ഞാൻ അവിടെ പോയി അരി മേടിച്ചിട്ടതാ. അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ചെയ്തിട്ട് എന്താ തോന്നിയത്? ചെയ്തിട്ട് നമുക്ക് ഇവിടെ കായ്ച്ചില്ല. അത് ആ ക്ലൈമറ്റിന്റെ വ്യത്യാസമായിരിക്കും അല്ലേ? എണ്ണം കുറവാണോ? അത് എണ്ണ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു 20 പയർ കിട്ടുമ്പോൾ മറ്റേത് ഒരു 12-13 പയറിക്കുള്ളിൽ കിട്ടുന്നില്ല. അപ്പൊ എന്നാൽ തൂക്കം അപ്പൊ എല്ലാം സെയിമായി. ശരി. പിന്നെ ചേട്ടൻ ഞാൻ ഇരിക്കുന്നത് ഇപ്പം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ തത്ത മുകളിൽ കൂടെ പറന്നു പോകുന്നുണ്ട്. ഭയങ്കര ശല്യം. അതിനെങ്ങനെയാ? അതിനെ ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ ഓടിക്കും? നമ്മൾ അടുത്ത് ചെന്ന് കൈകൊട്ടി ഓടിക്കണം, ഇത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. അല്ലെ പടക്കം പൊട്ടിച്ച് ആ സൗണ്ട് കേട്ടു അങ്ങോട്ട് മാറി കഴിക്കും, തിരിച്ച് വീണ്ടും വരും. നല്ല കൂട്ടമായിട്ടാ പറഞ്ഞു. വരുന്നതിപ്പം അവിടെ നമ്മുടെ അപ്പുറത്തെ പറഞ്ഞത് മുഴുവൻ തത്തയായിരിക്കും. ആണല്ലേ ചേട്ടാ? ശരിക്കും പറഞ്ഞാൽ പയർ കൃഷി വലിയ കുഴപ്പമില്ലാതെ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ടല്ല? കുഴപ്പമില്ല. ഇതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ മുന്നോട്ട് പോയത്. ഇനിയും പോകുന്നുള്ള പ്രതീക്ഷ പിന്നെയും കൊണ്ടുപോവാ. ശരി. അപ്പൊ ശരി ചേട്ടാ, ഇത്ര നേരം വിവരങ്ങൾ പങ്കുവച്ചാൽ വളരെ നന്ദി. ചേട്ടന്റെ കൃഷികൾ ഇനിയും വിജയിക്കട്ടെ. ആശ്വസിക്കും. ഓക്കെ, താങ്ക് യു.